നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡ്രോൺ ഉപയോഗിച്ച് ജയിലിലേക്ക് വൻതോതിൽ ലഹരിമരുന്നും മൊബൈൽ ഫോണുകളും കടത്താൻ ശ്രമം. ഖത്തർ പ്രധാനമന്ത്രി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സൗദിയിൽ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. സുപ്രധാന പാതയിൽ സൗന്ദര്യവൽക്കരണം പൂർത്തിയായി. ഭാഷാ സംവരണാനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ച് KMCC. മുൻ പ്രവാസി നാട്ടിൽ അന്തരിച്ചു. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പാർക്കിംഗ് പേയ്മെന്റ് മെഷീനുകളും പാനലുകളും സ്ഥാപിച്ച് റിയാദ്. ഡ്രോൺ ഉപയോഗിച്ച് ജയിലിലേക്ക് വൻതോതിൽ ലഹരിമരുന്നും മൊബൈൽ ഫോണുകളും കടത്താൻ ശ്രമം. സെൻട്രൽ ജയിലിലേക്ക് ഡ്രോൺ ഉപയോഗിച്ച് വൻതോതിൽ ലഹരിമരുന്നും മൊബൈൽ ഫോണുകളും കടത്താനുള്ള ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥർ പരാജയപ്പെടുത്തി. അജ്ഞാത കള്ളക്കടത്തുകാർ മുഖേന 3 ഡ്രോണുകൾ വഴി മയക്കുമരുന്നും ഫോണുകളും എത്തിക്കാൻ ശ്രമിച്ചതാണ് കഴിഞ്ഞ ദിവസം അധികൃതർ പിടികൂടിയതായി പ്രാദേശിക അറബ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ് സിറ്റി. ഖത്തർ പ്രധാനമന്ത്രി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽ ഥാനി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം റിയാദിൽ നടന്ന GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള സംയുക്ത മന്ത്രിതല യോഗത്തിനോടനുബന്ധിച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സഹകരണ ബന്ധങ്ങളെക്കുറിച്ചും അവ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും മറ്റു പൊതു താൽപര്യമുള്ള നിരവധി വിഷയങ്ങളിലും ഇരു നേതാക്കളും ചർച്ച നടത്തി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. സൗദിയിൽ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. മക്കയും മദീനയും അടക്കം വിവിധയിടങ്ങളിൽ ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മക്ക, മദീന, അൽബഹ, നജ്റാൻ, ഹായിൽ, അൽ ഖസീം, റിയാദ് എന്നിടങ്ങളിലെ ചില പ്രദേശങ്ങളിലാണ് മഴ തുടരുന്നത്. ജിസാൻ, അസീർ മേഖലകളിൽ രാത്രിയും അതിരാവിലെ മൂടൽമഞ്ഞ് രൂപപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. സുപ്രധാന പാതയിൽ സൗന്ദര്യവൽക്കരണം പൂർത്തിയായി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡും ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള റോഡും ചേരുന്നിടത്ത് സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കി മുനിസിപ്പാലിറ്റി. വിമാനത്തിൽ നോക്കുമ്പോൾ ദുബായിലേക്കുള്ള സ്വാഗതം ചെയ്തുള്ള ലാൻഡ്സ്കേപ്പ് കാണാൻ കഴിയുമെന്നാണ് സൗന്ദര്യവൽക്കരണത്തിന്റെ പ്രധാന ആകർഷണം. ഇംഗ്ലീഷിലും അറബിയിലും യാത്രക്കാരെ സ്വാഗതം ചെയ്തുള്ള എഴുത്ത് ആകാശക്കാഴ്ചയിൽ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഭാഷാ സംവരണാനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ച് KMCC ഖത്തർ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി ഭാഷാ സമരാനുസ്മരണം സമ്മേളനം സംഘടിപ്പിച്ചു. ഭാഷാ സമരം നൽകുന്ന ആവേശവും പ്രചോദനവും ഇന്നും ഓരോ യൂത്ത് ലീഗുകാരനിലുണ്ടെന്നും യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസ് പറഞ്ഞു. സംഗമം KMCC ഖത്തർ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ് ഉദ്ഘാടനം ചെയ്തു. ഫരീദ് റഹ്മാനി കാളിക്കാവ് മുഖ്യപ്രഭാഷണം നടത്തി. KMCC ഖത്തർ വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ റഹ്മാനി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. മുൻ പ്രവാസി നാട്ടിൽ അന്തരിച്ചു. 26 വർഷം ഒമാനിലെ സിവിൽ പ്രവാസിയായിരുന്ന തിരുവനന്തപുരം മല്ലൂർ പുളിങ്കുടി മാവില വീട്ടിൽ D മണിയൻ നാട്ടിൽ അന്തരിച്ചു. മകൻ വിഷ്ണു ഹിജാരിയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഭാര്യ ഉഷാകുമാരി, മകൾ സിമി, മരുമക്കൾ ആര്യ. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്, മസ്കത്ത്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പാർക്കിംഗ് പേയ്മെന്റ് മെഷീനുകളും പാനലുകളും സ്ഥാപിച്ച് റിയാദ് പാർക്കിംഗ് പദ്ധതിയുടെ ട്രയൽ റൺ ഘട്ടം ആരംഭിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ 60-ലധികം സൗരോർജ്ജ പാർക്കിംഗ് പേയ്മെന്റ് മെഷീനുകളും പാനലുകളും സ്ഥാപിച്ചു. പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് റിയാദ് മേഖല മുനിസിപ്പാലിറ്റി ആരംഭിച്ച പാർക്കിംഗ് സംവിധാനം. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന 60 പാർക്കിംഗ് പേയ്മെന്റ് മെഷീനുകൾക്ക് പുറമെ 180-ലധികം മാർഗനിർദ്ദേശ പാനലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വാണിജ്യ സ്ഥലങ്ങളിൽ 2000-ഉം താമസ കെട്ടിടങ്ങൾക്കരികെ 17,000-ലധികവും പണമടച്ചും സൗജന്യമായും പാർക്ക് ചെയ്യുന്ന സംവിധാനമാണ് പദ്ധതിയിലുള്ളത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്.
ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.